17ാം പോരാട്ടത്തിൽ അതിവാശിയേറിയ ഒരു മത്സരം തന്നെ ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കുമ്മായ വരയ്ക്കുള്ളിൽ 90 മിനിറ്റുകൾക്കുള്ളിൽ ഓൾ ബ്ലൂ കളർ ജേഴ്സി അണിഞ്ഞ് കളിക്കുന്ന മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമിയും പിന്നീട് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ കളിക്കുന്ന ഗോൾഡൻ ത്രെഡ് ഫുട്ബോൾ ക്ലബും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ കായിക കേരളം ഗോൾഡൻ ത്രെഡ്സിന്റെ അഭിലാഷിന്റെ ടച്ചോട് കൂടിയിട്ടാണ് മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നത്. തങ്ങളുടെ പുരോഗമന അവിടെ കാഴ്ചവെച്ചത്. വീണ്ടും ഗോൾഡൻ ത്രെഡ് മുത്തൂറ്റിന്റെ ഗോൾ മുഖം ഉറപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 14 നമ്പർ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സന്ദീപിന്റെ ലോ കോർണർ, മനോഹരമായിട്ടുള്ള ഒരു ഹെഡർ ഉതിർത്ത് വിട്ടെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള ദേവദത്തിലേക്ക് എത്തിയ പന്ത്, ദേവദത്തിന്റെ മനോഹരമായ ഒരു ഷോട്ട്, അല്പം വേഗത കുറഞ്ഞ ഒടുവിൽ വന്നു നിൽക്കുന്നു 12 നമ്പർ ജേഴ്സി അണിയുന്ന നരേഷിലേക്ക്. ലക്ഷ്യം വെച്ചുകൊണ്ട് വന്ന മനോഹരമായിട്ടുള്ള കൗശലം നിറഞ്ഞ ആ ഒരു ക്രോസ് പിടിച്ചെടുക്കുന്ന കാഴ്ച. ഇതാണ് ഗോളിലേക്കുള്ള നിമിഷം നമ്മൾ കാണുന്നത്. നരേഷിൽ നിന്നും പന്ത് പോകുകയാണ്. അവിടെ ഓഫ് സൈഡ് ട്രാപ്പിനെ ഒഴുകി നിന്ന് മനോഹരമായിട്ട് തന്നെ പന്തിനെ കാത്തിരുന്ന് വരയിലേക്ക് എത്തിക്കുന്ന ദേവദത്തിന്റെ മനോഹരമായിട്ടുള്ള ഒരു റഫറിയുടെ വിസിൽ മുഴങ്ങിയിരിക്കുകയാണ്. സെവിൻ പന്ത് തന്റെ സഹതാരത്തിലേക്ക് മറിച്ചു നൽകുന്നു. അവിടെ ഒന്ന് പന്ത് ഗോൾ മുഖം വിറപ്പിച്ചുകൊണ്ടൊരു സൂപ്പർ ഗോൾഡൻ ഗോൾ സിറ്റുവേഷനിൽ ഇത്തവണ റാഷിദ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്ന് മാത്രമാണ് അറിയാനുള്ളത്. റാഷിദിന്റെ ഒരു ഊക്കനടി ഡിഫൻസീവ് ലൈൻ ഇടിച്ച് മുകളിലേക്ക് ഏത് നിമിഷവും ഫൈനൽ വിസിൽ മുഴങ്ങാമെന്നുള്ള അവസ്ഥയിലൂടെ മുന്നേറുമ്പോൾ റഫറി തന്റെ ഫൈനൽ വിസിൽ മുഴക്കിയിരിക്കുമ്പോൾ ഈ ഒരു മത്സരത്തിൽ നേടിയ ഏകപക്ഷീയമായ ഒരു ഗോളിന് ദേവദത്തിന്റെ വലങ്കാലിൽ നിന്നും പിറന്ന ഒരു മനോഹര ഗോളിന്റെ ബലത്തിൽ വിജയവും 3 പോയിന്റും തങ്ങളുടെ പോക്കറ്റിലാക്കി മടങ്ങുകയാണ്.